بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. ഇന്ന് നാം പാരായണം ചെയ്യുന്നത് സൂറത്തു സ്വാഫാത്ത് 1 മുതൽ 11 വരെയുള്ള ആയത്തുകളാണ്. ഈ വചനങ്ങളിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട പാരായണപരമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. വസ്സാഫാത്തി, ഇവിടെ സ്വാദ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. ആ തഫ്ഖീം പലപ്പോഴും എന്തുണ്ടാകും, വാവിലേക്കും കടന്നു വരും. എന്നിട്ട് ഉവ എന്ന് പറയും. ഉവ എന്നല്ല വസ്സാഫാത്തി എന്ന് പറയും തെറ്റായിട്ട്. അങ്ങനെ പറയരുത്, മറിച്ച് വസ്സാഫാത്തി. ഈ സ്വാദിന്റെയും അലിഫിന്റെയും ഉച്ചാരണത്തിൽ തഫ്ഖീം നിലനിൽക്കണം എന്നതാണ്. പൂർണ്ണമായ തഫ്ഖീം തടിപ്പിച്ചുകൊണ്ടുള്ള ശബ്ദമാണ് സ്വാദിനും അലിഫിനും കൊടുക്കേണ്ടത്. ഇനി അലിഫിന്റെ ദീർഘമാണ്. ദീർഘം 6 ഹറക്കത്തിന്റെ അളവിൽ നിർബന്ധമാണ്. മദ് ലാസിം മുസഖൽ കലിമി എന്ന ദീർഘമാണ്. ഈ ദീർഘം പൂർണ്ണമായും നൽകുക 6 ഹറക്കത്തിന്റെ അളവിൽ നിർബന്ധമായും നൽകേണ്ട ദീർഘമാണ്. കാരണം അലിഫിന് ശേഷം സ്ഥിരപ്പെട്ട സുക്കൂൻ വന്നു എന്നതാണ്. ആ സുക്കൂൻ ഷദ്ദുള്ള അക്ഷരമായതിനാൽ മുസഖൽ എന്ന പേരുകൂടി അധികം നൽകുന്നു. ഒരു പദമാണ് എന്നതുകൊണ്ടാണ് കലിമി എന്ന് പറഞ്ഞത്. അപ്പോൾ അൽ മദ്ദുൽ ലാസിമുൽ മുസഖലുൽ കലിമി എന്ന് പൂർണ്ണനാമം. വസ്സാഫാത്തി, സ്വാദിന്റെ അലിഫിന്റെയും ഫഇന്റെ അലിഫിന്റെയും ഉച്ചാരണത്തിലുള്ള വ്യത്യാസം. സ്വാദിന്റെ അലിഫ് മുഫഖമാണ്, ഫഇന്റെ അലിഫ് മുറഖഖാണ്. ഈ വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ അധികം ദീർഘം വരരുത്. 2 ഹറക്കത്തിന്റെ അളവിൽ മാത്രമേ ആ ദീർഘം നൽകാവൂ. മദ്ദ് ഇവദ് എന്നൊക്കെ അതിന് പേര് പറയപ്പെടും. എന്തായാലും 2 ഹറക്കത്തിന്റെ അളവിൽ ആ അലിഫ് മതിയാക്കണം. ഫസ്സാജിറാതി, സാജിറാതി. റായിനും അലിഫിനുമാണ് തഫ്ഖീമുള്ളത്. സായിനും അലിഫിനും തഫ്ഖീമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, തർഖീഖാണ്. ഫസ്സാജിറാതി, സജിറാ. ജീമിന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം. റായിനും അലിഫിനും തഫ്ഖീം കൊടുത്ത് നിർത്തുക. വീണ്ടും ഫത്താലിയാതി, എല്ലാം തർഖീഖിന്റെ അക്ഷരങ്ങളാണ്. കാഫിന് ഖൽഖല വരരുത്, സൂക്ഷിക്കണം. മഹ്മൂസായ അക്ഷരമാണ്. റായിന് തഫ്ഖീം കൊടുത്ത് അലിഫോടുകൂടി ദീർഘം നൽകി നിർത്തുക. ഇന്ന, നൂൻ മുഷദ്ദദ, ശ്രദ്ധ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. ഇലാഹകും ലവാഹിദ്, ഇലാഹകും സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ലവാഹിദ്, തർഖീഖിന്റെ അക്ഷരമാണ്. ലവാഹിദ്, ദാലിൽ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യേണ്ടതാണ്. ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കി നിർത്തുക.
റബ്ബുസ്സമാവാതി. അവിടെ ചേർത്ത് ഓതുകയാണെങ്കിൽ മാത്രമാണ് റായിന് മുകളിലുള്ള ഷദ് ഉച്ചരിക്കപ്പെടുക. അപ്പോൾ ലവാഹിദുർ റബ്ബുസ്സമാവാതി എന്ന്. എന്നാൽ മുറിച്ചോതുമ്പോൾ ആ ഷദ് ഉച്ചരിക്കപ്പെടുകയില്ല. റബ്ബുസ്സമാവാതി വൽ അർദി. റായിനും ദ്വാദിനും തഫ്ഖീം കൊടുത്ത് തടിപ്പിക്കുക. ദ്വാദിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം മാത്രമാണ്. വമാ ബൈനഹുമാ, എല്ലാം തർക്കീഖിന്റെ അക്ഷരങ്ങളാണ്. വറബ്ബുൽ മശാരിഖ്, വറബ്ബുൽ മശാരിഖ്. റായിന് വീണ്ടും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. അൽ മശാരിഖ്, ഖാഫിൽ ഖൽഖല പൂർണ്ണമായി നൽകി വഖഫ് ചെയ്യുക. ഇന്ന ഷദ് നൽകപ്പെട്ട നൂനിനെ മണിക്കണം. വീണ്ടും സയ്യന്ന, അവിടെയും അസ്സമാഅ. ഈ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. 4 or 5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. അദ്ദുനിയ, സാക്കിനായ നൂനിനെ ഇൽഹാർ മുത്തലഖ് നൽകി മണിക്കാതെ വെളിവാക്കണം. ബിസീനത്തിനിൽ കവാകിബ്, ബിസീനത്തിൻ തൻവീൻ, ശേഷം അൽ എന്നുള്ള ലാമിൻ്റെ സുക്കൂന്. ഇങ്ങനെ 2 സുക്കൂനുകൾ ഉച്ചാരണത്തിൽ വരുന്നു. അതിൻ്റെ പരിഹാരമായി നൂന് കസ്റുള്ള നൂനാക്കി മാറ്റി ഉച്ചരിക്കുക. ബിസീനത്തിനിൽ കവാകിബ്, അൽ കവാകിബ്, കവാകിബ് അല്ല കവാകിബ്. ബായിൽ ഖൽഖല നൽകി നിർത്തുക. ഖൽഖല കുബറ. സുക്കൂനിനെ ശബ്ദം വ്യക്തമായി ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ ഉച്ചരിക്കുക. വഹിഫ്ളൻ മിൻ കുല്ലി, വഹിഫ്ളൻ തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇത് ബിഗുന്ന കാമിൽ. മിൻ കുല്ലി, സാക്കിനായ നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചോതുക. മിൻ കുല്ലി ശൈത്വാനിൻ മാരിദ്, ശൈത്വാനിൻ എന്ന തൻവീനിനെ മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇത് ബിഗുന്ന കാമിൽ. മാരിദ്, ദാലിൽ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വഖഫ് ചെയ്യുക. ലാ യസ്സമഊന, മീമിന് ഷദ് വന്നതാണ്, മണിച്ചുകൊണ്ട് ഓതണം. മീം മുഷദ്ദദ. ലാ യസ്സമഊന ഇലൽ മലഇൽ അഅ്ല, ഇലൽ മലഇൽ അഅ്ല. ഹംസകൾ വ്യക്തമാക്കുക, ശേഷം ഐന്, ഇതൊക്കെ വ്യക്തമായി ഉച്ചരിക്കുക. വയുഖദഫൂന, വയുഖദഫൂന, ഖാഫിന് ഖൽഖല തഫ്ഖീം. ഈ 2 പ്രധാനപ്പെട്ട സിഫത്തുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഷദീദായ അക്ഷരമാണ്. വയുഖദഫൂന മിൻ കുല്ലി, അവിടെ ഇഖ്ഫാ ഹഖീഖി മണിച്ചുകൊണ്ട് മറച്ച് അവ്യക്തമാക്കി നൂനിനെ ഉച്ചരിക്കണം. മിൻ കുല്ലി ജാനിബ്, ഓക്കെ. മിൻ കുല്ലി ജാനിബ്, ബായിൽ ഖൽഖല നൽകി വ്യക്തമായി ശബ്ദം ചലിപ്പിച്ച് വഖഫ് ചെയ്യണം. ഖൽഖല കുബറ. ദുഹൂറ, ദുഹൂറ, ദുഹൂ എന്നായി പോരുത്, ആയി തന്നെ ഉച്ചരിക്കണം. ദുഹൂറ. ചേർത്ത് ഓതുമ്പോൾ ഇത് ബിഗുന്ന നൽകി വാവിലേക്ക് തൻവീനിനെ ലയിപ്പിക്കണം. ദുഹൂറൻ വലഹും, സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. വലഹും അദാബുൻ വാസിബ്, തൻവീനിനെ ഇത് ബിഗുന്ന ചെയ്ത് വാവിൽ ലയിപ്പിച്ച് മണിക്കണം.
വാസിബ് സ്വാദിന് കുറഞ്ഞ തഫ്ഖീം കസ്റായതിനാൽ ബായിൽ ഖൽഖല കുബ്ര ശബ്ദം ചലിപ്പിക്കുക, വ്യക്തമാക്കി വഖഫ് ചെയ്യുക. ഇല്ലാ മൻ ഖതിഫൽ ഖത്ഫത മൻ സാക്കിനാനൂൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കണം. ഖതീഫ ത്വാഇന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീമേ ഉണ്ടാവുകയുള്ളൂ. അൽ ഖത്ഫത അവിടെയും ത്വാഇന് തഫ്ഖീമുണ്ട്, ത്വാഇന് ഖൽഖലയും നൽകണം. ഖാഉം ത്വാഉം രണ്ടും തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളാണ്, ശ്രദ്ധിക്കുക. ഷദീദായ ഹർഫ് കൂടിയാണ് ത്വാ, മുത്ബഖാണ്. അൽ ഖത്ഫത അൽ ഖത്ഫത ഫഅത്ബഅഹു താഇന് ഒരു ശബ്ദ ചലനം വരാതെ സൂക്ഷിക്കുക, മഹ്മൂസായ അക്ഷരമാണ്. ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ്. ഷിഹാബുൻ തൻവീനിനെ ഇഖ്ഫാ ചെയ്ത് മണിച്ചുകൊണ്ട് ഓതുക, മറച്ചു മണിക്കുക. സാഖിബ് ഖാഫിന് കുറഞ്ഞ തഫ്ഖീം കസ്റായതിനാൽ ബായിൽ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കി നിർത്തുക. ഫസ്തഫ്തിഹിം അഹും അശദ്ദു ഖൽഖാ. ഫസ്തഫ്തിഹിം സീന് താഇൻ്റെ ഫാ താ, അതുപോലെ സീന് ഫാ ഇവയൊക്കെ മഹ്മൂസായ അക്ഷരങ്ങളാണ്, അതൊക്കെ ശ്രദ്ധിച്ചോത്. ഫസ്തഫ്തിഹിം സാക്കിനായ മീം അഹും വീണ്ടും വരുന്നു, ഇൽഹാർ ഹൽഖിയാണ്, മണിക്കാതെ വെളിവാക്കണം. അശദ്ദു ഖൽഖാ ഖൽഖൻ അമ്മൻ. ഖാഫ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക, തടിപ്പിക്കുക. ഖൽഖൻ തൻവീനിനെ ഇൽഹാർ ഹൽഖി ചെയ്ത് മണിക്കാതെ വെളിവാക്കണം. അമ്മൻ ഖലഖന അമ്മൻ മീമിനെ ശേഷമുള്ള മീമിൽ ലയിപ്പിച്ച് മണിക്കുക. ഖലഖന മൻ എന്ന സാക്കിനാനൂൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കണം. ഖലഖന ഖാഫ് തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളാണ്, ഖാഫിന് സുക്കൂനുണ്ട് എന്നതുകൊണ്ട് ഖൽഖല നൽകണം. ഖലഖന. ഇന്ന നൂൻ മുഷദ്ദദ ഷദ്ദ നൽകപ്പെട്ട നൂൻ മണിക്കുക. വീണ്ടും ഖലഖനാഹും ഖാഉം ഖാഫും തഫ്ഖീമും ഖാഫിന് ഖൽഖലയും കൊടുത്തുച്ചരിക്കുക. മീമിന് ശേഷമുള്ള മീമിൽ ലയിപ്പിക്കണം. ഖലഖനാഹും മിൻ മിൻ തീൻ സാക്കിനാനൂൻ ഇഖ്ഫാ ഹഖീഖി തടിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, നൂനിനെ തഫ്ഖീം ചെയ്ത്. മിൻ തീൻ ത്വാഇന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീമാണ് ഉണ്ടാവുക. തീനിൻ തൻവീനിനെ ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക, ഇദ്ഗാം ബിഗൈരി ഗുന്ന. മിൻ തീനിൽ ലാസിബ് ബായിൽ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കി വഖഫ് ചെയ്യുക. ഖൽഖല കുബ്ര. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصافات صفا فالزاجرات زجرا فالتاليات ذكرا إن إلهكم لواحد رب السماوات والأرض وما بينهما ورب المشارق إنا زينا السماء الدنيا بزينة الكواكب وحفظا من كل شيطان مارد لا يسمعون إلى الملأ الأعلى ويقذفون من كل جانب دحورا ولهم عذاب واصب
إلا من خطف الخطفة فأتبعه شهاب ثاقب فاستفتهم أهم أشد خلقا أم من خلقنا إنا خلقناهم من طين لازب. بسم الله، الحمد لله.